ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ കണ്ടിന്യൂ ആയി വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങൾ നടന്ന് അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ഞാൻ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. അതാണ് പിന്നെ റെഡി ആയിട്ട് ഏതായാലും നിൽക്കുകയല്ലേ, ഒക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഈ വീഡിയോ ഒരു കുഞ്ഞി വീഡിയോ ആയിരിക്കും, ഒരു ഷോർട്ട് വീഡിയോ. എന്തൊക്കെ എത്ര എടുക്കുമെന്ന് അറിയില്ല, എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. ജസ്റ്റ് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടേക്കാച്ചാൽ റാൻഡായിട്ട് പോവാം. പിന്നെ എന്തൊക്കെ നടക്കുന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനതൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മോളിതാ മാറ്റി ഒരുങ്ങിയിരിക്കുന്നുണ്ട് ആള്. അപ്പോൾ അതന്നെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയി വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന്. അതിന് മാത്രം വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് എങ്ങനത്തെ ടൈപ്പ് അങ്ങക്ക് ഞാൻ വേണ്ടതെന്ന് പറയണം. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാറ്റിയിരിക്കുകയാണ്. ഇക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആളിവിടെ എൻ്റെ ഷോളും പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഓളെ ഫ്രഷ് ആക്കിയതുകൊണ്ട് തന്നെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നേരെ താഴെ പോവാണ്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുള്ളൂ കേട്ടോ. കാറ് പോയിട്ട് വേണം എവിടേക്കാണ് പോകണമെന്നൊക്കെ ഒന്ന് തീരുമാനിക്കാൻ. കുറേ ദിവസത്തിന് ശേഷമാണ് ഹോസ്പിറ്റലിക്കല്ലാണ്ട് നമ്മളൊന്ന് പോകുന്നത്. അപ്പം നല്ല സന്തോഷം. നമ്മൾ വൈകുന്നേരം ഇറങ്ങണം എന്ന് തന്നെ വിചാരിച്ചിരുന്നത്. പക്ഷേ കാക്ക എന്തൊക്കെയോ തിരക്കുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നല്ലൊക്കെ രാത്രി പോകാൻ വിചാരിച്ചു. അങ്ങനെ പോകുമ്പോഴും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമുക്ക് കാക്ക് ഷോപ്പിൽ പോകണമെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ആദ്യം ഫുഡ് കഴിക്കാം, എന്നിട്ട് പോകാം. കാരണം നമ്മൾ തിരിച്ചിങ്ങോട്ട് എത്തുമ്പോഴേക്കും ചിലപ്പം അടച്ചിണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഫുഡ് കഴിക്കാൻ പോകാൻ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക, കഫേ സ്റ്റൈൽ ബർഗർ ഇതൊക്കെ കഴിക്കാനേനും പൂതി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പോവാത്തൊരു ഹോട്ടലിലേക്കാണ്. ഇത് ജിദ്ദയിലെ വേറൊരു സൈഡാണ് കേട്ടോ. കുറച്ച് റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. അതാണ് റോളക്സിൻ്റെ ഓഫീസൊക്കെ കാണുന്നത്. നമ്മൾ ഈ സ്ഥലത്തേക്ക് എന്താ പറയലും അറിയില്ല, പക്ഷേ കോർണേഷക്ക് പോകുന്ന റോഡാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ ഈ കഫേൻ്റെ പേര് ഫുഡ് ട്രക്ക് എന്നാണ്. നല്ല അടിപൊളി ആംബിയൻസും നല്ല ഫുഡ്. ഒരു മെനു കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി സ്റ്റേക്കും ബർഗറും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് നമുക്കത്ര വിശക്കുന്നില്ലേനു. അപ്പോൾ നമ്മൾ അതിന് ഒരു എന്തെങ്കിലും സാധനം, ഒരു പ്ലേറ്റർ പോലെ ഒരു ഇതും പിന്നെ ഒരു ബീഫ് ബർഗറുമാണ് പറഞ്ഞത്. അപ്പറ്റൈസർ എന്ന് പറഞ്ഞൊരു പ്ലാറ്ററായിരുന്നു. അത് കഴിച്ച് പിന്നെ മിറർ കണ്ടാൽ നിർബന്ധമാണല്ലോ ഒന്ന് നോക്കല്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ജസ്റ്റ് അവിടെ ഒരു കുഞ്ഞ് പാർക്കുണ്ട്. പാർക്കെന്നൊന്നും പറയാൻ പറ്റില്ല, 2 സ്ലൈഡുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പം ലീനുവിന് ഇപ്പം സ്ലൈഡ് അതേപോലെ ഊഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓളൊന്ന് കുറച്ച് നേരം കയറ്റി ഓളൊന്ന് ഇരുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് അവൾ ഒക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഇതിന്മേൽ കളിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഒക്കെ വേഗം മടുത്ത് നമ്മൾ പിന്നെ തിരിച്ച് പോന്ന്. ഇതാണ് കേട്ടോ പുറത്തുനിന്നുള്ള വ്യൂ. ഞാൻ കയറുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഹംദാനിയെ പോവാണ്. കാരണം ഷോപ്പുണ്ട് അവിടെ. അപ്പോൾ കുഴപ്പമില്ലാണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അത്യാവശ്യം ലോങ് ആയി തോന്നുന്നുണ്ട്. നോക്കട്ടെ, ലാസ്റ്റൊക്കെ അറിയുള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലീനുമോൾ ഇതാ ഓൾമോസ്റ്റ് ഉറക്കമായി. നമ്മളിവിടെ സമയം ഇപ്പം 10:30 ആവാനായിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പം ഞാൻ ഹെൽക്കാൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ടാണുള്ളത്. ഒക്കെ ഷോപ്പ് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്ന് മെയിനായിട്ട് ഇപ്പോൾ നടന്നത് എന്താ, ഫുഡ് കഴിക്കൽ മാത്രമാണ് നടന്നത്.
ഒന്നാമത് കുറേ ദിവസമായി ഞാനൊന്ന് മര്യാദക്ക് പുറത്ത് പോയിട്ട്. ഞാൻ പെരുന്നാളിന് വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ അതൊന്നും നടന്നില്ല. നമുക്ക് ആർക്കും സുഖമില്ലേനോ, എല്ലാവർക്കും ഒരു വൈറൽ ഫീവറും ജലദോഷവും അങ്ങനെ എന്തെല്ലോ ആയിട്ട് ആർക്കും ഒന്നും അങ്ങോട്ട് ശരിയാണില്ലേനു. ഇപ്പോൾ ഒക്കെ ഒന്ന് റെഡിയായി. പിന്നെ പുറത്ത് പോകലായാലും ഹോസ്പിറ്റലിലേക്ക് മാത്രം നമ്മൾ പോയിട്ടുള്ളേനു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്ന് മര്യാദക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒന്ന് പുറത്തിറങ്ങി നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് ഇനി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.